പെരിയ കൊലക്കേസ് കേരളം മറന്നിട്ടില്ല, മറക്കുകയുമില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിലെ എല്ലാ മാനുഷികതയും രക്തം ചിതറിച്ച് നശിപ്പിച്ച സംഭവമായിരുന്നു അത്. ഒരർത്ഥത്തിലും ഇങ്ങനെയുള്ള രക്തദാഹികളുടെ രാഷ്ട്രീയമല്ല യഥാർത്ഥ രാഷ്ട്രീയമെന്ന് എന്നാണ് ഈ ജീവദാഹികൾ തിരിച്ചറിയുക. കാസർഗോഡ് പെരിയയിൽ 2019 ഫെബ്രുവരി 19 രാത്രിയിലാണ് 2 ചെറുപ്പക്കാരെ അരുംകൊല ചെയ്തത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും CPM-കാർ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 5 വർഷം മുമ്പ് നടന്ന ഈ കൊലക്കേസ് CBI അന്വേഷിക്കുകയും ഇപ്പോൾ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിക്കുകയുമാണ് ഉണ്ടായത്. കുറ്റക്കാരായവർക്ക് ജീവപര്യന്തവും തടവുമൊക്കെയാണ് കോടതി വിധിച്ച ശിക്ഷ. വ്യത്യസ്തമായ വിശ്വാസങ്ങൾ സൂക്ഷിക്കുകയും മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യുന്നതാണ് പരിഷ്കൃത രാഷ്ട്രീയ സംസ്കാരം. എന്നാൽ ക്ഷമിക്കാവുന്ന തെറ്റിൻ്റെ പേരിൽ 2 ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയതിലൂടെ എന്ത് നേട്ടമാണ് കൊലയാളികൾ നേടിയത്? 2 കുടുംബങ്ങളെ അനാഥമാക്കി കണ്ണീരിലാഴ്ത്തി എന്നതിനപ്പുറം യാതൊന്നും നേടിയില്ല എന്നതാണ് വാസ്തവം. പെട്ടെന്നൊരു പ്രകോപനമുണ്ടായപ്പോൾ നടന്ന സംഭവമല്ല ഇത്. രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ ആലോചിച്ചു നടത്തിയ ഈ കൊലപാതകത്തിൽ നിന്നും CPM-ന് ന്യായം നിരത്തി രക്ഷപ്പെടാനാവില്ല. സ്വന്തം അണികളെ കൊല്ലാനും കൊല്ലപ്പെടാനും നിയോഗിക്കുന്നവരെ നേതാക്കൾ എന്നല്ല വിശേഷിപ്പിക്കേണ്ടത്. കേസ് നടത്തി കുറ്റവാളികളുടെ കുടുംബത്തെ സംരക്ഷിച്ചതുകൊണ്ടോ അണികളെ ഒപ്പം നിർത്താൻ ആവേശം കാണിച്ചതുകൊണ്ടോ ഈ രക്തക്കറ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മായില്ല. നേതാക്കളുടെ മക്കളൊക്കെ സുഖലോലുപരായി ജീവിക്കുമ്പോൾ പെരിയ കൊലക്കേസിലെ പ്രതികൾ അനുഭവിക്കാൻ പോകുന്ന ആത്മപീഡകൾ സങ്കല്പിക്കാവുന്നതിനും അപ്പുറമാണ്. പെരിയ കേസിലെ ഒരു പ്രതി ശിക്ഷ വിധിച്ച നാളിൽ പറഞ്ഞത് കേരളം മറന്നിട്ടില്ല, എന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കൂ എന്ന് പറഞ്ഞ ആ പ്രതിയുടെ മാനസാന്തരം നമുക്ക് മനസ്സിലാക്കാനാവും. എന്നാൽ ആൾക്കൂട്ടത്തിൻ്റെ രാക്ഷസീയമായ തീരുമാനത്തിനെതിരെ പ്രതികളിൽ ഒരാൾ കൊലപാതക രാത്രിയിൽ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ കൃപേഷും ശരത് ലാലും ഇന്നും നമ്മോടൊപ്പം ജീവിച്ചിരിക്കുമായിരുന്നു. സംസ്കാര സമ്പന്നമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതുണ്ടാവില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് പുതിയ തലമുറ കേരളം വിടുന്നതും രാഷ്ട്രീയത്തിലൂടെ അന്നം നേടുന്നവരുടെ നിരയിൽ നിന്നും മാറി നിൽക്കുന്നതും. ദയവായി ഈ കൊലപാതകങ്ങൾ നിർത്തൂ എന്ന് കേരളം 2 കൈയും നീട്ടി അപേക്ഷിക്കുകയാണ്.